അള്ളാന്റെ ഹബീബിന്റെ പ്രിയമുള്ള കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തായി. സ്വഹാബാക്കൾ ആ മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ ഹബീബിന്റെ ചാരത്തിലേക്ക് ദാ മയ്യത്ത് കൊണ്ടുവരികയാ. മസ്ജിദുൻ നബവിയിലടക്കാൻ അവർ തീരുമാനിക്കുകയാ. അപ്പോഴാണ് മദീന റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് വെളിവരുകയാ. കൂട്ടുകാരിലേക്ക് ചേർക്കണേ അല്ലാഹുവേ. എന്റെ എല്ലാ പ്രയാസത്തിലും കൂടെ നിന്നവരാ. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും, എല്ലാവരും അവഹേളിച്ചപ്പോഴും, എല്ലാവരും തന്നെ ചവിട്ടിയമർത്തുന്ന സമയത്തിലും, എല്ലാവരും ഭ്രാന്തനെന്ന് വിളിച്ചപ്പോഴും, എന്ന് പുന്നാര ഹബീബിനെ കളിയാക്കുന്ന സമയത്തിലും, ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാ. അത് കഴിഞ്ഞ് മുത്തുനബി നാട്ടിലെത്തി ആ സംഭവത്തെ വിവരിക്കുമ്പോ, കള്ളനെന്ന് ജനങ്ങൾ വിളിക്കുമ്പോ, അല്ലാഹുവേ ഭ്രാന്തനെന്ന് ജനങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോ, എന്റെ നബി അങ്ങനെ പറഞ്ഞു, എന്റെ മുത്ത് നബി അങ്ങനെ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇനി എനിക്കൊരു മനുഷ്യന്റെയും ചർച്ചയ്ക്ക് താല്പര്യമല്ല. കാരണം ആ തിരുമൊഴിയിലൂടെ, അല്ലാഹു ആ തിരുചുണ്ടിലൂടെ കള്ളത്തിന്റെ രാഞ്ചന പറയാത്ത മുത്തുനബി എന്ന് പറഞ്ഞു ലോകത്തിന്റെ നേതാവിനെ ചേർത്ത് പിടിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ പടച്ചവനെ, സൗൽ മുത്തുനബി ഒറ്റയ്ക്കാക്കിയിട്ടില്ല. അല്ലാഹ് ഹിജറയുടെ വഴികളിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കൂട്ടുനിന്നവരല്ലേ, ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരനല്ലേ, കഅബാലയത്തിന്റെ ചാരത്ത് വെച്ച് നബി തങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരില് അടികൊണ്ട് ബോധക്ഷയനായില്ലേ, അവിടുന്ന് കിടപ്പിലായില്ലേ. അപ്പോഴും വിട്ടുകളൊന്നില്ല. എന്റെ നബിക്ക് പ്രയാസം വന്നാൽ, എന്റെ നബിക്ക് രോഗം വന്നാൽ ഈ അബൂബക്കറിനും രോഗമാ. എന്റെ നബിയുടെ രോഗം മാറിയാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ രോഗം മാറുകയാ. ജീവനേക്കാൾ സ്നേഹിച്ചില്ലേ, പ്രാണനേക്കാൾ സ്നേഹിച്ചില്ലേ, തന്റെ ശരീരത്തെക്കാൾ മുത്തുനബിയെ സ്നേഹിച്ചവരാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിനെ പറ്റി മഹത്തുക്കളെ രേഖപ്പെടുത്തുന്നത്, മുത്തുനബിയുടെ വഫാത്തിന്റെ വേദനയിൽ അവിടുന്ന് വേദനിച്ചു മരണപ്പെട്ടവരാ, വഫാത്തായവരാ. അത്രയും മഹത്വമുള്ളവരാ, അത്രയും മഹോന്നതനാ. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനേ, ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, കൂട്ടുകാരനിലേക്ക് ചേർക്കണേ സഹാബ.